വിമാനങ്ങളുടെ വൈകി പുറപ്പെടലും അപ്രതീക്ഷിതമായ റദ്ദാക്കലുകളും ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത പ്രവാസികൾ കുറവായിരിക്കും. യാത്ര വൈകിയത് കാരണം തൊഴിൽ നഷ്ടം സംഭവിച്ചവരുടേതും വിവാഹം വരെ മാറ്റിവെച്ചതുമായ കഥകളും ഏറെ കേട്ടിരിക്കും. എന്നാൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും എക്കാലത്തും കഴിയേണ്ടവരാണോ വിമാനയാത്രക്കാർ? അല്ല. വിമാനയാത്രയിൽ അനിശ്ചിതമായ താമസമുണ്ടായാൽ ഇന്ത്യൻ വ്യോമയാന നിയമപ്രകാരം യാത്രക്കാരന് ലഭിക്കേണ്ട കൃത്യമായ അവകാശങ്ങളുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. 2.5 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വരെ യാത്രാ സമയം എടുക്കുന്ന വിമാനങ്ങൾ പകുതിയിലേറെ സമയം വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യമായ ഭക്ഷണം, റിഫ്രഷ്മെന്റ് എന്നിവ എയർലൈൻ കമ്പനി നൽകണം. വിമാനം 6 മണിക്കൂറിലധികം വൈകിയാൽ മാറിയ സമയം 24 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാരനെ അറിയിച്ചിരിക്കണം. ഇവർക്ക് 6 മണിക്കൂറിനുള്ളിൽ ബദൽ വിമാനമോ അതല്ലെങ്കിൽ വിമാന ടിക്കറ്റിന്റെ മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുകയോ വേണം. യാത്രക്കാരൻ ഇതിൽ ഏതാണോ ആവശ്യപ്പെടുന്നത് അത് നൽകലാണ് ചട്ടം. രാത്രി 8-നും പുലർച്ചെ 3 മണിക്കുമിടയിൽ പുറപ്പെടുന്ന വിമാനങ്ങൾ 6 മണിക്കൂറിലധികം വൈകിയാൽ യാത്രക്കാർക്ക് സൗജന്യമായി ഹോട്ടൽ താമസം നൽകാൻ എയർലൈൻ ബാധ്യസ്ഥരാണ്. വിമാനം വൈകിയാൽ മാത്രമല്ല, ചിലപ്പോൾ റദ്ദാക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായേക്കാം. അത്തരം സാഹചര്യത്തിൽ വിമാനം റദ്ദാക്കുന്നത് 24 മണിക്കൂർ മുമ്പെങ്കിലും അറിയിച്ചില്ലെങ്കിൽ സമാന്തരമായ വിമാന ടിക്കറ്റ് അതല്ലെങ്കിൽ ഫുൾ റീഫണ്ടിനൊപ്പം നഷ്ടപരിഹാരത്തിനും യാത്രക്കാരന് അവകാശമുണ്ട്. വിമാനയാത്രയുടെ ദൈർഘ്യത്തിനനുസരിച്ചാണ് നഷ്ടപരിഹാര തുക നിശ്ചയിക്കുക. ഇന്ത്യയിൽ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട പരാതികൾ കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിനു കീഴിലെ എയർസേവ വഴിയാണ് നൽകേണ്ടത്. എയർസേവ ആപ്പ്, വെബ്സൈറ്റ് എന്നിവ വഴി PNR നമ്പർ സഹിതം പരാതി നൽകാം.